സംവിധായകൻ രഞ്ജിത്ത് ഫ്യൂഡൽ മാടമ്പിയാണ്, ആജ്ഞാപിക്കുന്ന ആളാണ് എന്നൊക്കെ കുറച്ച് വിമർശനങ്ങൾ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ബേസിൽ വരുന്ന വിമർശനങ്ങളാണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ കുറച്ച് വിവാദങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. 27ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന വേദിയിൽ ആമുഖ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തായിരുന്നു. അദ്ദേഹം പ്രഭാഷണം നടത്താൻ വന്നപ്പോഴേക്കും ഡെലിഗേറ്റുകൾ ഒരു വിഭാഗം കൂവുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടും സീറ്റ് കിട്ടാത്തതും റിസർവേഷൻ ആപ്പിലെ അപാകതകളും അതിലൊക്കെ പ്രതിഷേധിച്ചായിരുന്നു ഡെലിഗേറ്റുകൾ ഇതുപോലെ കൂവിയത്. പക്ഷേ സംവിധായകൻ രഞ്ജിത്ത് ആ കൂവിയ ഡെലിഗേറ്റുകളെ നായ്ക്കളോടായിരുന്നു ഉപമിച്ചത്. 1977 SFIയിലൂടെ തുടങ്ങിയതാണ് തന്റെ ജീവിതം, കൂവി തോൽപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട, അതിനൊന്നും നടക്കില്ല എന്നായിരുന്നു അന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞിരുന്നത്. പിന്നെ ഈ അടുത്തിടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ നടൻ ഭീമൻ രഘുവിനെ കുറിച്ച് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞ ഒരു പരാമർശവും വിവാദമായിരുന്നു. മുൻപ് ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം നടൻ ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന് ആ പ്രസംഗം കേട്ടിരുന്നു. അത് അന്നത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനെ പരാമർശിച്ചായിരുന്നു രഞ്ജിത്തിന്റെ പ്രസ്താവന. സിനിമയിൽ ഇയാൾ ഒരു കോമാളിയാണ്, കുറെ മസിലുണ്ടെന്നേ ഉള്ളൂ, ഞങ്ങളൊക്കെ എത്ര കാലമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, മണ്ടനാണ് എന്നാണ് ഭീമൻ രഘുവിനെ കുറിച്ച് രഞ്ജിത്ത് പറഞ്ഞത്. നടൻ ഭീമൻ രഘു ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. നടൻ ഹരീഷ് പേരടി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്, രാജസദസ്സിൽ രാജാവിനെ പുകഴ്ത്താൻ പാടുപെടുന്ന രണ്ട് മണ്ടന്മാർക്കിടയിൽ ആരാണ് വലിയ മണ്ടൻ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ എന്നാണ്. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ പത്മരാജൻ സംവിധാനം ചെയ്തിട്ടുള്ള തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ തൃശൂർ ഭാഷ വളരെ ബോറാണെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ പ്രതികരിക്കുകയുണ്ടായി. മലയാളത്തിൽ മാത്രമല്ല, ലോക പ്രശസ്തമായ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് ഡോക്ടർ ബിജുവിൻ്റേത്. പക്ഷേ കാതൽ എന്ന സിനിമയുടെ പ്രദർശന വിജയം ചൂണ്ടിക്കാട്ടി അവിടെയാണ് ഡോക്ടർ ബിജുവിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതെന്ന് ചലച്ചിത്ര അക്കാദമി എന്ന ഔദ്യോഗിക സ്ഥാപനത്തിന്റെ ചെയർമാൻ പദവിയിൽ ഇരുന്നുകൊണ്ട് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സംവിധായകൻ ബിജുവിന്റെ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയെക്കുറിച്ചായിരുന്നു രഞ്ജിത്ത് ഈ പരാമർശം നടത്തിയിരുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ സംവിധായകൻ ബിജുവിന്റെ ചിത്രങ്ങൾ രഞ്ജിത്ത് അവഗണിച്ചിരുന്നതായും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതികരണവുമായി ഡോക്ടർ ബിജു തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പൊ അടുത്തിടെ നടന്ന വിവാദങ്ങൾ, അതായത് നടൻ ഭീമൻ രഘുവിന്റെ പേര് പറഞ്ഞു, സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ പേര് പറഞ്ഞൊക്കെ ഉണ്ടായ വിവാദങ്ങളിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ വിശദീകരണം മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുവെ ആളുകൾ പറയുന്ന ഒരു അഭിപ്രായം എന്നത്, സിനിമ രാഷ്ട്രീയമല്ല എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞ സംവിധായകൻ രഞ്ജിത്തിന് തന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല എന്നാണ്.